മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ആയിരങ്ങൾ പിതൃമോക്ഷ പ്രാപ്തിക്കായി ബലിയിടുന്നു. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് ശിവരാത്രി വിളക്കിന് ശേഷമാണ് ബലിതർപ്പണം ആരംഭിച്ചത്. 116 ബലിത്തറകളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. വിഷ്ണു സുരേഷ് ആലുവ മണപ്പുറത്ത് നിന്നും തത്സമയം ചേരുന്നു. വിഷ്ണു പറയും. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തിരക്ക് ആലുവ ശിവക്ഷേത്രത്തിന് സമീപമുള്ള മണപ്പുറത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിതൃമോക്ഷത്തിന് വേണ്ടി ആയിരങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത്. ഇത്തവണ 116 ബലിത്തറകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മഴയുടെ ഒരു ഭീഷണിയില്ല. കഴിഞ്ഞ തവണയൊക്കെ വലിയ മഴയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഭീഷണിയുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയില്ല. മഴ കുറവുണ്ട്. കാലാവസ്ഥയൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് 116 ബലിത്തറകൾ. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സംവിധാനങ്ങൾ 1600ഓളം വരുന്ന പോലീസ് സേനയാണ് വിവിധ ഭാഗങ്ങളിലായി ക്ഷേത്രത്തിനകത്തും അതോടൊപ്പം പുറത്തുമൊക്കെയായി സജ്ജീകരിച്ചിട്ടുള്ളത്. ചേട്ടാ, എവിടെന്നാ വരുന്നത്? ഞാറക്കൽ. എല്ലാ തവണ ഇവിടെയാണോ വരാറ്? തിരക്കുണ്ടോ ഇത്തവണ? തിരക്കുണ്ട്. ചേച്ചി എവിടെന്നാണ്? ഞാൻ തുറവൂര് ചേർത്തല. ചേർത്തലയിൽ ഇവിടെ തുറവൂര് എല്ലാ വർഷവും വരാറുണ്ടോ? ഇപ്പോ വരാറുണ്ട്. ഇത്തിരി നേരം നമ്മുടെ പിതൃക്കൾക്കൊക്കെ അമ്മക്കും അച്ഛനും ഒക്കെ എല്ലാ അംഗങ്ങൾക്കും നമ്മളെ വിട്ടു പിരിഞ്ഞവർക്ക് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ ഒക്കെ അവർക്കുണ്ട്. ആ പിതൃമോക്ഷം തേടിയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇത്തവണ പോലീസിന്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളൊക്കെ ഉണ്ട്. ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുത് എന്നല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന കർശന നിർദ്ദേശം എറണാകുളം റൂറൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് റൂറൽ പോലീസ് മേധാവിയുടെ ഭാഗത്തുണ്ട്. അത് പ്രമാണിച്ച് എല്ലായിടങ്ങളിലും സുരക്ഷാ സംവിധാനമുണ്ട്. സിവിൽ ഡിഫൻസിന്റെ ആളുകൾ ഈ പുഴ കേന്ദ്രീകരിച്ച് ആരെങ്കിലും അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് പുഴ കേന്ദ്രീകരിച്ചൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇന്ന് ഒരു ഉച്ചവരെയും അതോടൊപ്പം തന്നെ നാളെ പുലർച്ചെയും ഈ ബലിയിടാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും 10,000-ലധികം ആളുകളെ നമ്മൾ ആലുവ മണപ്പുറത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ തിരക്ക്. ചേട്ടാ, എവിടെ നിന്നാണ്? എല്ലാ തവണ ഇവിടെയാണോ? എല്ലാ പ്രാവശ്യം ഇവിടെ തന്നെ. ഇതിന് സമീപത്തൊക്കെ അമ്പലങ്ങളുള്ളതുകൊണ്ട് ഒരു തിരക്കുറവുണ്ടോ? കാര്യമായിട്ട് തിരക്കുറവുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുണ്ട്. തിരക്ക് കുറവുണ്ടല്ലേ? തിരക്ക് കുറവുണ്ട്. എല്ലാ തവണത്തെ കാര്യം നല്ല തിരക്ക് കുറവായിട്ട് സുഖമായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. 116 തറകളുള്ളതുകൊണ്ട് തന്നെ തിരക്ക് കാര്യമായി നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. നാളെ കൂടി ബലിയിടാനുള്ള സൗകര്യം ഉണ്ട്. എസ്.കെ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ആലുവ മണപ്പുറത്തു നിന്നാണ് വിഷ്ണു നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.